അക്കാദമിക് വിഷയങ്ങളെ പൊളിറ്റിക്കലായി കാണരുതെന്ന് കാലിക്കറ്റ് സർവകലാശാല വിസി പി രവീന്ദ്രൻ. വിവാദ വിഷയങ്ങളിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. സർവകലാശാലയിലെ താളിയോലകൾ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിസി പറഞ്ഞു. മാർക്ക് ദാന വിവാദവും തെറ്റായ വാർത്തയാണ്. ഒരു സർവകലാശാല വിസിക്ക് മാർക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വേടനല്ല ഏത് വിഷയത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ നിലപാട് പറഞ്ഞാൽ ഇതൊക്കെ അക്കാദമികമായി ചർച്ച ചെയ്യരുതെന്ന് പറയുന്നത് ശരിയല്ല. അതിനകത്ത് വേടൻ്റെ വിഷയം മാത്രമല്ല, 2 വിഷയങ്ങളാണ് പ്രധാനമായിട്ടും എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അതിലെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തോന്നിയത് വേടൻ്റെ വിഷയമല്ല, അജിത ഹരേ എന്ന് പറഞ്ഞുള്ള ഒരു കഥകളി പദം കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുരിങ്ങൂർ ശങ്കരൻ പോറ്റി എന്ന് പറഞ്ഞുള്ള ഒരു എഴുത്തുകാരൻ, അദ്ദേഹമാണ് ഈ കഥകളിപ്പദം എഴുതിയിട്ടുള്ളത്. ആ കഥകളിപ്പദം ഒരുപാട് പ്രശസ്ത കലാകാരന്മാർ ആലപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കലാമണ്ഡലം ഹൈദരാലി, അല്ലെങ്കിൽ ഇന്യൂമറബിൾ നമ്പർ ഓഫ് ദം. അതുപോലെ ഇപ്പോൾ കോട്ടക്കൽ നാട്യസംഘമുണ്ട്, കേരള കലാമണ്ഡലത്തിലുള്ള ഇറങ്ങുന്ന ആളുകളുണ്ട്, അത് ഒരുപാട് പേര് ആലപിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത കാലത്തായിട്ട് ഗൗരി ലക്ഷ്മി എന്നുള്ള വളരെ പ്രശസ്തയായ, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗായിക, അവരൊരു ആൽബമായിട്ട് അത് പാടി ഇറക്കിയിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ അവർ കോട്ടക്കൽ നാട്യസംഘത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഗൗരി ലക്ഷ്മിയും ചൊല്ലിയിട്ടുള്ള ഇതിൻ്റെ യൂട്യൂബ് ലിങ്കാണ് ഇതിൽ റെഫറൻസ് ആയിട്ട് അതിൽ കൊടുത്തുള്ളത്. ഇത് രണ്ടും താരതമ്യ പഠനം ചെയ്യാനാണ് പറയുന്നത്. മലയാളം BA വിദ്യാർത്ഥികളുടെ ഒരു വിഷയമാണ്. അപ്പോൾ ഇതിനകത്ത് താരതമ്യം ചെയ്യാൻ ലിറിക്സ് ഒരേ ആൾ എഴുതിയ ലിറിക്സാണ്, 2 ആണെങ്കിൽ നമുക്ക് ആ ലിറിക്സ് തമ്മിൽ താരതമ്യം ചെയ്യാമെന്ന് പറയും. ഇപ്പോൾ പിന്നെ താരതമ്യം ചെയ്യേണ്ടത് ഗൗരി ലക്ഷ്മി ചൊല്ലിയതും ഈ കോട്ടക്കൽ നാട്യസംഘത്തിലെ അദ്ദേഹം, എനിക്ക് തോന്നുന്നത് കോട്ടക്കൽ മധുവിൻ്റെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ BA മലയാളം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയ്ക്കോ BA മലയാളം പഠിക്കുന്ന ഒരു കുട്ടിക്കോ വേണ്ടത്ര ഈ സംഗീതജ്ഞാനമൊന്നും ഉണ്ടാവില്ല. വളരെ സംഗീതജ്ഞാനം ഉള്ളവർക്ക് പോലും അതിൻ്റെ ഫൈനർ ന്യൂവാൻസസ് ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ അക്കാദമിക് ആയിട്ടുള്ള ഇഷ്യൂസാണ്. ഒരുപാട് ആസ്വാദകരുള്ള കലാകാരനാണ് വേടനെന്നും ഇത് രാഷ്ട്രീയ വിഷയമല്ല, അക്കാദമിക് വിഷയമാണെന്നും വിസി പ്രതികരിച്ചു. സർവകലാശാലയുടെ ഭാവി തകർക്കുന്ന രീതിയിലേക്ക് ആരും മാറരുതെന്നും സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞു.